ഹലോ എവരി വൺ, ഏവർക്കും പൾപിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആർഷ മിസ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. HSST എന്ന് പറയുന്നത് ടീച്ചിങ്, പ്രത്യേകിച്ച് സ്കൂൾ ടീച്ചിങ് മേഖലയിൽ നമുക്ക് സ്വപ്നം കാണാവുന്നതിൽ ഏറ്റവും വലിയൊരു പോസ്റ്റാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള അധ്യാപകർ ജോലി ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോട് മത്സരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ഒരു ബാലി കയറാം മലയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. PGയും BEഡും സെറ്റും ക്വാളിഫൈ ചെയ്ത ഏതൊരു ഉദ്യോഗാർത്ഥിക്കും വളരെ സുവർണ ഒരു അവസരമാണ് നമുക്ക് മുന്നിൽ ഇനി വന്നു നിൽക്കുന്നത്. അപ്പം എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, വളരെ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മുടെ ഫ്യൂച്ചർ, ടീച്ചിങ് ഫ്യൂച്ചർ വളരെയധികം സെക്യൂർഡ് ആക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. നാം പഠിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഒരു പക്ഷേ നമ്മൾ കേൾക്കേണ്ടി വരും. അവിടെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ടീച്ചേഴ്സായ നമ്മളോട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ എത്ര പരിമിതമാണ് എങ്കിലും കഠിനമായി പരിശ്രമിച്ചാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്തൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾ ഫോക്കസ് ചെയ്ത്, നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണമെന്ന ദൃഢനിശ്ചയമുണ്ട് എങ്കിൽ അതിലേക്ക് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ കൂടുതൽ പറഞ്ഞ നമ്മുടെ ക്ലാസ് ഡ്രാഗ് ചെയ്യുന്നില്ല, നേരിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. സോ നമുക്ക് 20th സെഞ്ച്വറി ലിറ്ററേച്ചർ പഠിക്കാനുണ്ട്. നമ്മുടെ ഓരോ മൊഡ്യൂളും ഓരോ കാലക്രമം അനുസരിച്ചാണ് പറയുന്നത്. അതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്, അതേപോലെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്. സിലബസ് നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിൽ 20th സെഞ്ച്വറി ലിറ്ററേച്ചറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയട്രിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സ്ട്രൈഡേഴ്സ് എന്നാണ് ഈ ഒരു പോയട്രിയുടെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് AK രാമാനുജനാണ്. ആ പുസ്തകത്തിൻ്റെ പുറം ചട്ടയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. AK രാമാനുജനാണ് ഈ ഒരു പോയട്രി എഴുതിയിട്ടുള്ളത്. ഒരു ചെറിയ പോയട്രിയാണ്. നമ്മുടെ സിലബസ് വളരെ വലുതാണ് എന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ പല കുഞ്ഞു കുഞ്ഞു കവിതകളും എസ്സേസും ഇതിനിടയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് എപ്പോഴും ആശ്വാസം നൽകുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത്തരം കുഞ്ഞു കവിതകൾ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് ഇതൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ എഴുതിയത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തീംസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കതിലേക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ AK രാമാനുജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. AK രാമാനുജൻ്റെ 2 കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രൈഡേഴ്സ് പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് AK രാമാനുജൻ്റെ ചിത്രം. അദ്ദേഹം 1929 മുതൽ 1993 വരെയാണ് ജീവിച്ചിട്ടുള്ളത്. വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ഇതുവരെ ഓതേഴ്സിൻ്റെ ജനനവർഷം മരണവർഷം ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് കരുതി ഇനി ചോദിക്കാൻ സാധ്യത ഇല്ല എന്ന് പറയാനും കഴിയില്ല. ജസ്റ്റ് ഒന്ന് നോട്ട്, ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി കേട്ടോ. ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി, കാണാതെ പഠിക്കാനൊന്നും നിൽക്കണ്ട. ഈ 1993 ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകളിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും 1993 ഒക്കെ അല്ലേ. ദെൻ അദ്ദേഹം ജനിച്ചത് കർണാടക ജില്ലയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടകയിലെ മൈസൂറിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മാത്തമെറ്റിക്സ് പ്രൊഫസർ ആയിരുന്നു. ഹിസ് ഫാദർ വാസ് എ മാത്തമെറ്റിക്സ് പ്രൊഫസർ. അതുകൊണ്ട് തന്നെ ജന്മന അദ്ദേഹത്തിന് നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് പാരമ്പര്യമായിട്ടും കിട്ടും, പരിസരത്തിൽ നിന്നും കിട്ടും. ഒരു ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു നോളജുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ. സോ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു മാത്തമെറ്റിക്സ് പ്രൊഫസർ ആയിരുന്നത് കൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് ലാംഗ്വേജുകൾ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത് അല്ലേ. ഹിസ് മൾട്ടി ലിംഗ്വൽ അപ്ബ്രിംഗിങ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ വേരിയസ് ലാംഗ്വേജസ്, കന്നഡ, ഇംഗ്ലീഷ്, തമിഴ് ആൻഡ് സാൻസ്ക്രിറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ആ ഒരു നോളജ് ബാക്ക്ഗ്രൗണ്ടും
അദ്ദേഹം ജനിച്ച ചുറ്റുപാട് കർണാടക എന്ന് പറയുമ്പോൾ ഒരുപാട് ലാംഗ്വേജസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പ്രദേശമാണ് കർണാടക. അപ്പോൾ അവിടെ കന്നഡ, ഇംഗ്ലീഷ്, തമിഴ്, സാൻസ്ക്രിറ്റ് അടക്കമുള്ള പല ലാംഗ്വേജസും കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലാംഗ്വേജസ് പഠിക്കുമ്പോഴും നമുക്ക് ആ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചർ കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ കരിയറിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. He received his early education in Mysore, later earning degrees in English language and literature from the University of Mysore. അദ്ദേഹം മൈസൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മപ്രദേശത്ത് തന്നെയാണ് വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂറിലായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മൈസൂറിലായിരുന്നു ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂറിൽ വെച്ച് അദ്ദേഹം ലിറ്ററേച്ചറിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഡിഗ്രി പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹം ഡെക്കാൻ യൂണിവേഴ്സിറ്റി, പൂനെയിലെ ഡെക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് പെർസ്യൂ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ലിംഗ്വിസ്റ്റിക്സിൽ തന്നെ PhD കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യന യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലൈഡിലുള്ള പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ് അക്കാദമിക് റിസർച്ച് സ്പാൻ സെവറൽ ലാംഗ്വേജസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് ഭാഷകളോട് ഇഴകിച്ചേർന്ന് നിൽക്കാൻ ഒരു സാഹചര്യം കിട്ടിയ വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, തെലുഗു, സാൻസ്ക്രിറ്റ് അടക്കമുള്ള പല ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ അക്കാദമിക് റിസർച്ചിൻ്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചർ മാത്രമല്ല, ഫോക്ക് ലിറ്ററേച്ചർ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഫോക്ക് ലിറ്ററേച്ചർ അദ്ദേഹം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പല എഴുത്തുകാരെയും അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ലൈക്ക് ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡലയൊക്കെ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്, ഗിരീഷ് കർണാട് സമർപ്പിച്ചിട്ടുള്ളത് മൈ ഗുരു എന്ന് പറഞ്ഞ് AK രാമാനുജനാണ്. അപ്പോൾ അത്രത്തോളം ഫോക്ക് ലിറ്ററേച്ചർ പ്രചരിപ്പിക്കാൻ വളരെ ഉത്സാഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. He is recognized for his expertise in translating South Asian text and for his insightful analysis of Indian culture and thought. AK രാമാനുജനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യൻ ഫിലോസഫിയും സൈക്കോളജിയും പരിചയപ്പെടുത്തുന്നതിൽ, വെസ്റ്റേൺ വേൾഡിൽ പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെയധികം വലുതായിരുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ചിന്താധാരകൾ, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെയധികം വിദഗ്ധനായിരുന്നു. അത് അദ്ദേഹം വളരെയധികം പ്രചരിപ്പിച്ചിട്ടും ഉണ്ട്. ഹിസ് പോയട്രി ഈസ് സെലിബ്രേറ്റഡ് ഫോർ ഇറ്റ്സ് ഒറിജിനാലിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് മാസ്റ്ററി ഓഫ് ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ പ്രത്യേകതയാണ് അത് വളരെ മൗലികമാണ്. മറ്റൊരാളിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത് എഴുതുന്ന ഒരു ശൈലിയൊന്നുമില്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പല ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ AK രാമാനുജനിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പോയട്രി അത് വളരെയധികം കോംപ്ലക്സും അദ്ദേഹത്തിലെ ലാംഗ്വേജ് ഉപയോഗമൊക്കെ വളരെയധികം, അദ്ദേഹം പ്രത്യേകിച്ച് 4-5 ഭാഷകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് അതിൻ്റെ എല്ലാം ഒരു കോംപ്ലക്സിറ്റി നമുക്ക് പോയട്രിയിൽ കാണാം. അദ്ദേഹം ഉപയോഗിക്കുന്നത് കടുകട്ടിയുള്ള പദം എന്ന രീതിയിലല്ല. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൽ ഒതുങ്ങി നിന്ന് വായിച്ചാൽ നമുക്ക് അതിലെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ അല്ലേ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ഉണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു എസ്സേയാണ്, ഓർത്ത് വയ്ക്കുക. ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഈസ് എ നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ സൈക്കോളജി ആൻഡ് ഫിലോസഫി. ഇന്ത്യൻ സൈക്കോളജി, ഫിലോസഫി എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു പ്രബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് AK രാമാനുജൻ്റെതാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ദെൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് വരുന്ന സമയത്ത് പ്രശസ്തമായിട്ടുള്ള കുറച്ച് കവിതാ സമാഹാരങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ സ്ട്രൈഡേഴ്സ്, നമുക്ക് പഠിക്കാനുള്ള ദ സ്ട്രൈഡേഴ്സ്, റിലേഷൻസ്. HSA പ്രിപ്പയർ ചെയ്ത് ആളുകൾക്ക് റിലേഷൻസ് എന്ന കവിതാ സമാഹാരം കേട്ട് പരിചയമുണ്ടാകും. അതിനകത്താണ് ഒബീച്ച് വഴി വരുന്നത് അല്ലേ. 1971 എൻ്റെ ഓർമ്മ. ദെൻ സെലക്റ്റഡ് പോംസ്, സെക്കൻഡ് സൈറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിതാ സമാഹാരങ്ങളാണ് കേട്ടോ. ദ സ്ട്രൈഡേഴ്സ്, റിലേഷൻസ്, സെലക്റ്റഡ് പോംസ് ആൻഡ് സെക്കൻഡ് സൈറ്റ്. ഇതിൽ സെലക്റ്റഡ് പോംസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ,
He was posthumously awarded the Sahitya Akademi Award in 1999. 1999 എ കെ രാമാനുജന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സെലക്റ്റഡ് പോംസ് എന്ന കവിതയ്ക്കാണ് ആ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം 1993 അദ്ദേഹം മരണപ്പെടുന്നത്. സോ 1999 സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ലഭിക്കുന്ന കവിതയുടെ പേര് സെലക്റ്റഡ് പോംസ്. പഠിച്ചു വെക്കുക. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു ബഹുമതിയാണ്, അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് സിവിലിയൻ ഓണേഴ്സിൽ പെട്ട ഒന്നാണ് പത്മശ്രീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഭാരതരത്ന എന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് പത്മ അവാർഡ്സ് വരുന്നത് അല്ലേ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പിന്നീട് പത്മശ്രീ. അപ്പോൾ ആ ഒരു പത്മശ്രീ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 1976 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1976 കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ എ കെ രാമാനുജനെ കുറിച്ച് ഒരു പ്രഗത്ഭനായ എഴുത്തുകാരൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. KR ശ്രീനിവാസ അയ്യങ്കാർ രാമാനുജനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയറ്റ്സ്. ആധുനിക കവികളിൽ വളരെ ശക്തമായ വ്യക്തിത്വം അല്ലെ, അഗ്രസീവായിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറഞ്ഞത് KR ശ്രീനിവാസ അയ്യങ്കാറാണ്. KR ശ്രീനിവാസ അയ്യങ്കാർ ഇന്ത്യൻ രചനകൾ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഇന്ത്യൻ രചനകളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പുറം ചട്ടയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ KR ശ്രീനിവാസ അയ്യങ്കാർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പുസ്തകത്തിൽ എ കെ രാമാനുജനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയറ്റ്സ്. ഇത് മുൻ വർഷ ചോദ്യമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകും ഈ കോട്ട് എന്തിനാ പറഞ്ഞത്. ഇത് മുൻ വർഷ ചോദ്യമാണ് കേട്ടോ. നമുക്ക് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള 2022 തോന്നുന്നു, തൊട്ട് മുന്നേ നടന്നിട്ടുള്ള HST പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. PYQ ആണ്, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നേരെ സ്ട്രൈഡേഴ്സിലേക്ക് വരാം. എ കെ രാമാനുജൻസ് പോയട്രി കളക്ഷൻ ദ സ്ട്രൈഡേഴ്സ് എന്ന് പറയുന്ന ഈ പോയട്രി കളക്ഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1966 1966 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോയട്രി കളക്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ഇതാണ്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് വോളിയം ഓഫ് പോയട്രി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന എ കെ രാമാനുജൻ ഇംഗ്ലീഷിൽ കേട്ടോ, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ കവിതാ സമാഹാരം സ്ട്രൈഡേഴ്സ് ആണ് കേട്ടോ. അതിനെ പുറംചട്ട ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ സ്ട്രൈഡേഴ്സ് എന്താണ്? സ്ട്രൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ്, ഒരു പ്രാണിയാണ്. ഞാൻ അതിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ഒരു പ്രാണി, വെള്ളത്തിൻ്റെ ആ ഒരു സർഫസ് ലെവലിൽ, ആ ഉപരിതലത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന, ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ജീവി ഉണ്ടല്ലോ, അതാണ് സ്ട്രൈഡേഴ്സ്. ഈ സ്ട്രൈഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ വീട്ടിൽ കിണറ്റിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കിണറ്റിൽ സ്ട്രൈഡേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളതിനെ വെള്ളത്തിലാശാൻ എന്നൊക്കെ പറയും. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല, അതിൻ്റെ കൃത്യമായിട്ട് മലയാളം അറിയില്ല. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വെള്ളത്തിലാശാൻ എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു പ്രാണിയാണ് സ്ട്രൈഡേഴ്സ്. കവിതയിൽ പറയുന്നത് പോലെ സ്ട്രൈഡേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്ട്രൈഡേഴ്സ് ഇറ്റ് ഓപ്പൺസ് എ സ്കോപ്പ് ഓഫ് deconstructive analysis in relation to the points of Indian sensibilities. അപ്പോൾ ഇന്ത്യൻ ചിന്താധാരയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഡീകൺസ്ട്രക്റ്റീവ് അനാലിസിസ് ആണ് ഈ ഒരു കവിത മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്നറിയാമല്ലോ. നമുക്കൊരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് വായിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടില്ല. അഥവാ ലാംഗ്വേജിൻ്റെ മീനിങ് സ്റ്റേബിൾ അല്ല, അത് ഡൈനാമിക് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഡീകൺസ്ട്രക്റ്റീവ് അനാലിസിസ്. സോ ഈ ഒരു പോം വായിച്ചു നോക്കും. ഇതിലൊരു 15-16 വരികളാണുള്ളത്. ഈ വരികൾ വായിച്ചു നോക്കുമ്പോൾ ആ വരികളിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അർത്ഥതലത്തിലേക്ക് എത്താൻ കഴിയില്ല. അഥവാ ആ 15 വരികളിൽ ഒതുങ്ങുന്നതല്ല അതിൻ്റെ മീനിങ്, വളരെ വിശാലമായിട്ടുള്ള മീനിങ് ആണ്. ഇതിൽ എത്ര വരികളുണ്ട് എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ഞാൻ 15, ചില സ്ഥലങ്ങളിൽ 16 എന്നിങ്ങനെ കാണുന്നുണ്ട്. ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ പരിശോധിച്ചപ്പോൾ, സ്ട്രൈഡേഴ്സിലെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത് ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ 16 വരികളാണ് ഉള്ളത്. 16 വരികൾ 2 സ്റ്റാൻസാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ആ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല. എങ്കിലും അവിടെ നമ്മൾ എപ്പോഴും റിലേ ചെയ്യേണ്ടത് ഒറിജിനൽ സോഴ്സാണ്. അപ്പോൾ ഒറിജിനൽ സോഴ്സിൽ ഞാൻ കണ്ടത് 2 സ്റ്റാൻഡ്സയും 16 വരികളുമാണ്. ഈ 16 വരികളിൽ ഓരോ വരികളും വളരെ ചെറിയ വരികളാണ്. ചിലപ്പോൾ ഒരു വരിയിൽ 2 or 3 വേർഡ്സ് മാത്രമുള്ള വരികളുണ്ട്. അപ്പം അത്രയ്ക്കും കുഞ്ഞു കവിതയാണ്. പക്ഷേ ഈ കവിതയുടെ കുഞ്ഞു വരികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിൻ്റെ അർത്ഥതലം എന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ദാറ്റ് സ്ട്രൈഡേഴ്സ് ഈസ് എ സ്മോൾ ഇൻസെക്ട് സീൻ ഇൻ ന്യൂ ഇംഗ്ലണ്ട്. ന്യൂ ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഇൻസെക്റ്റാണ് സ്ട്രൈഡർ എന്ന് പറയുന്നത്. പക്ഷേ പോയറ്റ് സ്ട്രൈഡറിനെ വിവിധ ആംഗിളിലൂടെയാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത് കേട്ടോ. വിവിധ ആംഗിളിലൂടെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ബട്ട് ദ പോയറ്റ് ഡിലിനിയേറ്റ്സ് ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. സോ കവിതയിലേക്ക് വരികയാണ്. ഇതാണ് ആ ഒരു കവിത. കറക്റ്റ് ഈ ഒരു അലൈൻമെൻ്റൊക്കെയാണ് ഒറിജിനൽ ടെക്സ്റ്റിലുള്ളത് കേട്ടോ. കവിത ഞാൻ വായിക്കാം. പുട്ട് എവേ ദിസ് ഡ്രീം. ഈ സ്വപ്നം മാറ്റിവെക്കൂ. അവിടെ പുട്ട് എവേ എന്നത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട് എവേ എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2 തവണയാണ് പുട്ട് എവേ എന്ന പദം തുടങ്ങുന്നത്. ആൻഡ് സെർച്ച് ഫോർ സർട്ടൻ തിൻ സ്റ്റംപ്ഡ് ബബിൾ ഐഡ് വാട്ടർ ബഗ്സ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം, ഈ ഒരു സ്വപ്നം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുക. പരിശോധിക്കുക. എന്തിന്? ഫോർ സർട്ടൻ തിൻ സ്റ്റംപ്ഡ് ബബിൾ ഐഡ് വാട്ടർ ബഗ്സ്. വളരെ മെലിഞ്ഞ, തിൻ സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ ഈർക്കിളി പോലെ മെലിഞ്ഞ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചെറിയ കമ്പ് പോലെ മെലിഞ്ഞ ബബിൾ ഐയുള്ള വാട്ടർ ബഗ്സിനെ നിങ്ങൾ പരിശോധിക്കൂ. അപ്പോൾ വാട്ടർ ബഗ്സ് എന്നാണ് സ്ട്രൈഡേഴ്സിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടേം കേട്ടോ. സ്ട്രൈഡേഴ്സിന് നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ടേം വാട്ടർ ബഗ്സ്. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ദെൻ വാട്ടർ ബഗ്സിനെ കുറിച്ച് പറയാണ്. ബബിൾ ഐഡ് എന്നാണ് പറയുന്നത്. ബബിൾ ഐഡ്. ബബിൾ എന്ന് പറഞ്ഞാൽ കുമിളകളാണ് അല്ലെ. കുമിളകൾ പോലുള്ള കണ്ണുള്ള വാട്ടർ ബഗ്സ്. അപ്പോൾ ഈ കുമിളകളുടെ പ്രത്യേകത എന്താണ്? കുമിളകൾക്ക് വലിയ ആയുസില്ല, പെട്ടെന്ന് വന്നു പെട്ടെന്ന് നശിക്കുന്നു. അത് ഇവിടെ ബബിൾ ഐഡ് എന്നുള്ളത് ആശയങ്ങളുടെ ഒരു പ്രതീകമായിട്ടും അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാകാം. ആശയങ്ങളുടെ പ്രത്യേകത എന്താ? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയങ്ങൾ ഒരു കുമിളകൾ പോലെ പെട്ടെന്ന് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ പറയാണ്, നിങ്ങൾ എന്തിലേക്ക് നോക്കുക, എന്തിലേക്ക് സെർച്ച് ചെയ്യുക? വാട്ടർ ബഗ്സ്. വാട്ടർ ബഗ്സിൻ്റെ പ്രത്യേകത അത് വളരെ തിൻ സ്റ്റെംഡ് ആണ് അല്ലേ, വളരെ മെലിഞ്ഞതാണ്. ബബിൾ ഐഡ്, കുമിളകൾ പോലുള്ള കണ്ണുകളാണ് അവയ്ക്കുള്ളത്. സിതം, അവരെ നോക്കൂ. പേഴ്സ് ഓൺ ഡ്രൈ കാപ്പിലറി ലെഗ്സ്. അവകൾ നിൽക്കുന്നത് കാപ്പിലറി ലെഗ്സ്. അപ്പോൾ അവയുടെ കാലുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാപ്പിലറി ലെഗ്സ് എന്നാണ്. അപ്പോൾ കാപ്പിലറി എന്ന് പറഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് ടേം ആണ് അല്ലേ. വാട്ടർ സർഫസ്, വെള്ളത്തിൻ്റെ മുകളിൽ ഒരു വസ്തു സ്പർശിക്കുന്ന സമയത്ത് ആ വസ്തുവും വെള്ളവും തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് കാപ്പിലറി ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പൂർണ്ണമായിട്ടും അതിൻ്റെ സയൻറ്റിഫിക് ഡെഫിനിഷനിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഈ ഒരു വാട്ടർ ബഗ്സിൻ്റെ പ്രത്യേകത വെള്ളത്തിൽ മുങ്ങാതെ അത് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കാലിൻ്റെ പ്രത്യേകതയാണ് കാപ്പിലറി ലെഗ്സ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ ലെഗ്സ് കൃത്യമായിട്ട് ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിലൂടെ കൊടുക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ നിൽക്കാൻ അതിന് കഴിയുന്നുണ്ട്. സോ ഈ കാപ്പിലറി ലെഗ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അവ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നത് അല്ലെ. വെയ്റ്റ്ലെസ്, ഭാരമില്ലാതെ ആ ഒരു കാപ്പിലറി ലെഗ്സ് ഉപയോഗിച്ച്, ഡ്രൈ ആയിട്ടുള്ള കാപ്പിലറി ലെഗ്സ് ഉപയോഗിച്ച് അത് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു. ഓൺ ദ റിപ്പിൾ സ്കിൻ ഓഫ് എ സ്ട്രീം. വെള്ളം എന്ന് അത് കൃത്യമായിട്ടും അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഒരു സ്ട്രീമിൻ്റെ റിപ്പിൾ സ്കിന്നിന് മുകളിൽ. അപ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ലെവലിനെ കുറിച്ച് റിപ്പിൾ സ്കിൻ എന്നാണ് പറയുന്നത്. എന്താണ് റിപ്പിൾ എന്ന് പറഞ്ഞാൽ? റിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വേവാണ്. നമ്മുടെ തിരയെന്ന് പറയില്ലേ, തിര, വെള്ളത്തിൻ്റെ മുകളിലുള്ള ഒരു വേവാണ്. ചെറിയൊരു വേവ്, സ്മോൾ വേവ്. മിക്കവാറും ഈ ചെറിയ കാറ്റുകൾ തട്ടി ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ഓളങ്ങളില്ലേ, ആ ചെറിയ ഓളങ്ങളെക്കുറിച്ചാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രീമിൻ്റെ ചെറിയ ഓളങ്ങൾക്ക് മുകളിലാണ് ഈ ഒരു വാട്ടർ ബഗ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ഫിസിക്കലായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. ആ ഒരു വാട്ടർ ബഗ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു, ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുമ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. ഒരു വാട്ടർ ബഗ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു. അത് അദ്ദേഹം
വളരെ കൃത്യമായിട്ടും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കുക. തിൻ സ്റ്റെംഡ്, ബബിൾ ഐഡ്, കാപ്പിലറി ലങ്സ്, റിപ്പിൾ സ്കിൻ. ഈ വേർഡ്സ് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ദെൻ രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുമ്പോൾ നമ്മുടെ പോമിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നോ, നോട്ട് ഓൺലി പ്രോഫിറ്റ്സ് വാക്ക് ഓൺ വാട്ടർ. പ്രവാചകർ മാത്രമല്ല വെള്ളത്തിന് മുകളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകർക്ക് മാത്രമല്ല വെള്ളത്തിന് മുകളിൽ നടക്കാൻ കഴിയുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ പറയുകയാണ് അല്ലേ. അപ്പോൾ ഒരു ട്രൂത്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്. പ്രവാചകർ മാത്രമല്ല വെള്ളത്തിൽ നടക്കുന്നത്. സോ ഇവിടെ ഒരു അല്യൂഷനാണ്. ഇവിടെ പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേമേ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്കതിനെ ഒരു റിലീജിയസ് അല്യൂഷൻ എന്ന് പറയാം. കാരണം ബൈബിളിലേക്ക് വരുന്ന സമയത്ത് വെള്ളത്തിലൂടെ നടന്നിട്ടുള്ള പ്രവാചകരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഹോളി ഖുർആനിലേക്ക് വരുന്ന സമയത്ത് അവിടെയും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നിട്ടുള്ള പ്രവാചകരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഹിന്ദു മിത്തോളജിയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും എന്ത് പറയുന്നുണ്ട്? വെള്ളത്തിന് മുകളിലൂടെ നടന്നിട്ടുള്ള ദേവന്മാരെ കുറിച്ചും, അതേപോലെ ഹിന്ദു മിത്ത് പ്രകാരം നിരവധി സന്യാസിമാർ, യോഗിമാർ വെള്ളത്തിന് മുകളിലൂടെ നടന്നിട്ടുണ്ട്. അപ്പം അതിലേക്കെല്ലാം ഉള്ളൊരു അല്യൂഷനായിട്ട് നമുക്കത് പറയാം. അപ്പോൾ പ്രവാചകർ മാത്രമല്ല വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത്. ദിസ് ബഗ് സിറ്റ്സ് ഓൺ എ ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ്. ഈ ബഗ് ഉണ്ടല്ലേ, ഈ ചെറിയൊരു പ്രാണി, അത് പ്രകാശത്തിൻ്റെ ലാൻഡ് സ്ലൈഡിൽ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രകാശത്തിൻ്റെ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രീമിൽ പ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രതിബിംബം സ്ട്രീമിൽ ഉണ്ടാകും. സോ അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രകാശത്തിലല്ല, പ്രകാശം വന്ന് സ്ട്രീമിൽ അടിക്കുന്ന സമയത്ത് സ്ട്രീം മുഴുവനും പ്രകാശത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുമല്ലോ. അപ്പോൾ സ്ട്രീമിലിരിക്കുമ്പോൾ അതൊരു ലൈറ്റിലിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതിൽ ഇരുന്നു കൊണ്ട് ഡ്രൗൺസ് ഐ ഡീപ്പ് ഇൻ ടു ഇറ്റ്സ് ടൈനി സ്ട്രിപ്പ് ഓഫ് സ്കൈ. അത് അതിൻ്റെ കണ്ണുകൾ എവിടേക്ക് നോക്കുകയാണ്? ആകാശത്തിൻ്റെ ടൈനി സ്ട്രിപ്പ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് നോക്കുകയാണ്. സോ നമ്മുടെ ബഗ് എവിടെ ഇരിക്കുകയാണ്? ബഗ് ഇരിക്കുന്നത് ഒരു പ്രകാശം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സർഫസ് അഥവാ ജലത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് അതിങ്ങനെ ചിന്തിക്കുകയാണ്. സോ ഈ ഒരു സ്റ്റാൻസയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സറ്റയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. പ്രവാചകർ മാത്രമല്ല ജലത്തിന് മുകളിലൂടെ നടക്കുന്നത്, ഈ ഒരു പ്രാണിയും ജലത്തിന് മുകളിലൂടെ നടക്കുന്നു എന്നുള്ളത് കുറച്ച് പരിഹാസം കലർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നിങ്ങൾ ഒബേറ്റുറിയിൽ നോക്കുമ്പോൾ അവിടെ ആചാരങ്ങളെ അദ്ദേഹം കുറച്ച് പരിഹാസത്തോടെ കാണുന്നുണ്ട്. ആ ഒരു ടോൺ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ബഗ് ഉണ്ടല്ലോ, ഈ ബഗ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം ആണ് അല്ലേ, ഒരു ജീവനുള്ള വസ്തുവാണ്. ആ ജീവനുള്ള വസ്തു വളരെ സ്റ്റേബിളായിട്ട് ജലത്തിന് മുകളിൽ നിൽക്കുന്നുണ്ട്. അഥവാ ഈ ജീവനുള്ള വസ്തുവിനെ നമുക്ക് ലൈഫായിട്ട് ഉപമിക്കാം. ഈ ലൈഫ് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ട്രീമോ കാറ്റുകൾ തട്ടി ചലിക്കുന്നുണ്ട്. അപ്പോൾ അത് കാലമാണ്. അപ്പോൾ കാലത്തിന് എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. അഥവാ ടൈം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, കാലങ്ങൾക്ക് മാറ്റമുണ്ട്. എന്നാൽ ജീവൻ അതിൻ്റെ മുകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബഗ് എന്ന് പറയുന്നത് പെർമനൻസിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. കാരണം ബഗ് ഇരിക്കുന്ന സ്ട്രീം അത് ചലിക്കുന്നുണ്ട്, കാറ്റ് തട്ടി ചലിക്കുന്നുണ്ട്. അപ്പോൾ സമയത്തിന് മാറ്റം വരുന്നുണ്ട്. എന്നാൽ ബഗ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ പ്രതീകമാണ്, സിമ്പിളാണ്. ആ ബഗ് എന്ത് ചെയ്യുന്നില്ല? അനങ്ങുന്നില്ല. നമ്മൾ സ്ഥിതി എന്ന് പറയുന്ന അവസ്ഥ, ഇന്ത്യൻ ഫിലോസഫിയിലെ സ്ഥിതി എന്ന് പറയുന്ന അവസ്ഥ, അത് ചലിക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു 16 വരികൾ. ഇതിൽ 16 വരികളാണുള്ളത്. ചില സ്ഥലത്ത് 15 എന്നും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ ആദ്യത്തെ വരികൾ ചില ടെക്സ്റ്റുകളിൽ ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് ഒറിജിനൽ ടെക്സ്റ്റാണ്. അതിൽ 16 വരികളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മളതിൻ്റെ എല്ലാ സത്തകളും അവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ പൾപ്പ് എടുത്താണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാലും ഒന്നുകൂടി നമുക്കതിനെ ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റാൻസ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ഈ ഒരു ബഗിൻ്റെ, ഈ ഒരു വാട്ടർ ബഗിൻ്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. ടൈറ്റിൽ മാത്രമേ സ്ട്രൈഡർ എന്നൊരു നെയിം കൊണ്ടുവരുന്നുള്ളൂ. കവിതയിലുടനീളം വാട്ടർ ബഗ് അല്ലെങ്കിൽ ബഗ് എന്നാണ് പറയുന്നത്. ദെൻ
ബഗിൻ്റെ കണ്ണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബബിൾ ഐഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുമിളകളുടെ പ്രത്യേകത എന്താണ്? അത് പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അത് ഡൈനാമിക് ആണെന്നുള്ള സൂചനയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആശയങ്ങൾ ഡൈനാമിക് ആണ്, അല്ലെങ്കിൽ ചിന്തകൾ ഡൈനാമിക് ആണ് എന്നുള്ളൊരു ഉദ്ദേശമാണ് അവിടെ വന്നിട്ടുള്ളത്. ദെൻ ലെഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാപ്പിലറി ലെഗ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. കാപ്പിലറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോഴ്സ് റിലേറ്റഡ് ടു വാട്ടർ ഇൻട്രാക്ടിങ് വിത്ത് സർഫസ്. ഒരു ഉപരിതലത്തിൽ വെള്ളം ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ടർ സ്ട്രൈഡർ ലെഗ്സ് ആർ ഡിസൈൻഡ് ടു റിപ്പൽ വാട്ടർ ആൻഡ് പ്രിവെൻറ്റ് കാപ്പിലറി ആക്ഷൻ ഫ്രം ബീയിങ് ദ പ്രൈമറി ഫോഴ്സ്. ഈ സ്ട്രൈഡറിൻ്റെ ലെഗ്സിൻ്റെ പ്രത്യേകത അതിന് വെള്ളത്തെ റിപ്പൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അല്ല, നമ്മൾ ചവിട്ടുന്ന സമയത്ത് വെള്ളം നമ്മളെ അട്രാക്ട് ചെയ്ത് അതിലേക്ക് വലിച്ചെടുക്കുകയാണ്. എന്നാൽ നമ്മുടെ സ്ട്രൈഡറിൻ്റെ ലെഗിൻ്റെ പ്രത്യേകത വാട്ടറിനെ അത് റിപ്പൽ ചെയ്യുന്നു, അതുകൊണ്ട് അത് മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ വാട്ടറിനെ റിപ്പൽ ചെയ്യാനുള്ള, അതിനെ വികർഷിപ്പിക്കാനുള്ള ഒരു കഴിവ് കാപ്പിലറി ലെഗ്സിനുണ്ട്. ഇനി സ്ട്രീമിലേക്ക് വരുന്ന സമയത്ത് സ്ട്രീം ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് യൂണിവേഴ്സൽ ചേഞ്ച് ആൻഡ് ഓഫ് ടൈം. അപ്പോൾ അവിടെ സ്ട്രീം എന്ന് പറയുന്നത് ഒരു സിംബലാണ്, യൂണിവേഴ്സൽ ചേഞ്ച് അല്ലെങ്കിൽ ടൈമിൻ്റെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു സിംബലാണ്. കൃത്യമായിട്ടും അത് ഓർത്തിരിക്കുക. ദെൻ വാട്ടർ ബഗും സിംബലാണ്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് പെർമനൻസ്. ഞാനത് നേരത്തെ പറഞ്ഞ സംഗതിയാണ്, വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രണ്ട് സിംബിൾസും ഓർത്തിരിക്കുക. കാരണം ഈ കഴിഞ്ഞ HSA നമുക്ക് തരുന്ന പാഠം അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ അതിനൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ ദ സ്ട്രൈഡേഴ്സ് എബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ ഓൺ ദ റിപ്പിൾഡ് സ്കിൻ ഓഫ് ദ വാട്ടർ ക്രിയേറ്റ്സ് എ ഫാസിനേറ്റിംഗ് കോൺട്രാസ്റ്റ് representing both the stillness of life and the constant motion of its surface. സോ ഇവിടെ നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ട്രിപ്പിൾഡ് സ്കിൻ എന്ന് പറഞ്ഞല്ലോ, ചെറിയ കാറ്റ് തട്ടി ചെറുതായി ഉള്ള ഓളങ്ങൾ, അരുവികൾക്ക് മുകളിലൂടെയുള്ള ആ ഒരു ചെറിയ ഓളം, അതിന് മുകളിൽ ആര് നിൽക്കുകയാണ്? അനങ്ങാതെ ആ ഒരു വാട്ടർ ബഗ് നിൽക്കുകയാണ്, ആ ഒരു സ്ട്രൈഡർ നിൽക്കുകയാണ്. പണ്ട് നമ്മൾ കിണറ്റിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, വെള്ളം ഓളത്തിൽ ഇങ്ങനെ അനങ്ങുകയാണെങ്കിലും സ്ട്രൈഡർ അവിടെ എന്ത് ചെയ്യില്ല, അനങ്ങില്ല, അനങ്ങാതെ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കാലങ്ങൾക്ക് എത്ര തന്നെ മാറ്റമുണ്ടായാലും, അല്ലെങ്കിൽ ആ ഒരു ഉപരിതലത്തിന്, ആ ഒരു സർഫസിന് മാറ്റമുണ്ടായിരുന്നാലും സ്ട്രൈഡറിന് മാറ്റം ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് അഥവാ ഒരു ജസ്റ്റാ പൊസിഷൻ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക്, അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ ഫുള്ള് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് പുരാതന കാലവും ഈ ഒരു വർത്തമാന കാലവും തമ്മിൽ നമ്മുടെ കവി ബന്ധിപ്പിക്കുന്നത് നമുക്ക് കാണാം. ദ പോയറ്റ് ലിങ്ക്സ് ദ ഏൻഷ്യന്റ് ടൈം ടു ദ പ്രസന്റ് ടൈം. പുരാതന കാലവും വർത്തമാന കാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ പുരാതന കാലങ്ങളിലാണ് പ്രവാചകരും യോഗി വര്യന്മാരൊക്കെ ഉണ്ടായിരുന്നത്. അവർ അവരുടെ കഠിനമായിട്ടുള്ള നിഷ്ഠയിലൂടെ, ആചാരങ്ങളിലൂടെ, അല്ലെങ്കിൽ യോഗകളിലൂടെ, അതുപോലുള്ള മനസ്സിനെ പരുവപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ കൈവരിച്ച സിദ്ധിയാണ് ജലത്തിലൂടെ നടക്കുക എന്നുള്ളത്. അത് ഇക്കാലത്ത് ആര് കൈവരിച്ചിട്ടുണ്ട്? വാട്ടർ ബഗ്സ് കൈവരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഏൻഷ്യൻ ടൈമിനെയും പ്രസൻറ്റ് ടൈമിനെയും അദ്ദേഹം ബന്ധിപ്പിക്കുന്നത്. സോ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാട്ടർ ബഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിയാണ്, അല്ലെ, ഒരു ചെറിയ ജീവിയാണ്. അപ്പോൾ ഒരു ചെറിയ ജീവിക്ക് പോലും വളരെ കൃത്യമായിട്ട് മനസ്സ് വെച്ചാൽ വലിയ കാര്യങ്ങൾ സാധ്യമാകും എന്നുകൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. സോ അദ്ദേഹം പറയാണ്, ഹ്യൂമൻ ബീയിങ് ഈസ് ഈവൻ കാപ്പബിൾ ഓഫ് ഗോയിങ് ഡീപ്പ് ഇൻ ദ മിസ്റ്ററി ഓഫ് ലൈറ്റ് ഓർ യൂണിവേഴ്സ്. മനുഷ്യരാശിക്ക്, അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രാണിക്ക് അത് കഴിയുമെങ്കിൽ മനുഷ്യൻ എന്തായാലും കഴിയും, അല്ലെ. ഈ ലോകം മുഴുവനും നിഗൂഢമാണ്, അല്ലെ, ഈ പ്രപഞ്ചം, ഈ ലൈറ്റ്, ഇതെല്ലാം വളരെയധികം മിസ്റ്റീരിയസ് ആണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ മനുഷ്യന് കഴിയും. The poem draws attention to the often overlooked small-scale world of nature, highlighting the complex beauty and dynamics that exist within it. അപ്പോൾ നമ്മൾ കവിതയിലേക്ക് വരുന്ന സമയത്ത് കവിത പറയുന്നത് ചെറിയൊരു ലോകത്തെക്കുറിച്ചാണ്, അഥവാ ചെറിയൊരു മെറ്റഫറാണ് ഇവിടെ പറയുന്നത്, അല്ലേ. ഒരു ചെറിയ സ്ട്രീം, ആ സ്ട്രീമിന് മുകളിലുള്ള ഒരു കുഞ്ഞു ജീവി. പക്ഷെ അതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്യൂട്ടി, അതിലുള്ള ഡൈനാമിക്സ് ഒക്കെയാണ് അദ്ദേഹം പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ട്രൈഡറിനെ നമുക്കൊരു മെറ്റഫറായിട്ട് തന്നെ കാണാം. ഒരു മനുഷ്യൻ്റെ ശക്തി, ഹ്യൂമൻ പൊട്ടൻഷ്യലിൻ്റെ ഒരു മെറ്റഫറായിട്ട് തന്നെ നമുക്ക് സ്ട്രൈഡറിനെ കാണാം. അപ്പോൾ ഈ ഒരു ചെറിയ ജീവിക്ക് വളരെ
വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്തായാലും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം നമ്മളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. The strider can be seen as a metaphor for human power and potential, showing that even small creatures can possess remarkable abilities. അല്ലേ, ചെറിയൊരു ജീവിക്ക് പോലും വളരെ വലിയ തരത്തിലുള്ള കഴിവുകൾ നേടിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു സ്ട്രൈഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ കുഞ്ഞ് കവിതയാണ്, വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ്. സോ ഇതിൽ നിന്നും കുറച്ച് അർത്ഥതലങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒരുപാട് വിശാലമായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പറഞ്ഞത് ഇതൊരു ഡികൺസ്ട്രക്റ്റീവ് അനാലിസിസിന് സ്കോപ്പുള്ള ഒരു കവിതയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലെ കുറച്ച് പോയറ്റിക് ഡിവൈസസ് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇമേജറീസും മെറ്റഫറുമാണ്. ദെൻ ഇതിലെ ഒന്നാമത്തെ മെറ്റഫർ ആദ്യം നമ്മൾ പറഞ്ഞു ബബിൾ ഐഡ് എന്ന് പറഞ്ഞു അല്ലേ. ബബിൾ ഐഡ്, നമ്മുടെ ബഗ്സിൻ്റെ കണ്ണുകളെക്കുറിച്ച് ബബിൾ ഐഡ് എന്ന് പറഞ്ഞു. കാരണം അത് ഡെലിക്കേറ്റ് ആണ് അല്ലെ, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഡെലിക്കേറ്റ് ആൻഡ് ട്രാൻസിയൻറ്റ് നാച്ചർ ലൈക്ക് ദാറ്റ് ഓഫ് ബബിൾ. ബബിളിനെ പോലെ പെട്ടെന്ന് ദുർബലമായതാണ്, ഡെലിക്കേറ്റ് ആണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് എന്ന ഉദ്ദേശത്തിൽ ബബിൾ ഐഡ് എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ആ ഒരു കാലുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ശരീരം അല്ലെ, ഈ സ്ട്രൈഡറിൻ്റെ ശരീരത്തെക്കുറിച്ച് തിൻ സ്റ്റെംഡ് എന്നാണ് പറഞ്ഞത്. ഇത് രണ്ട് ഇമേജറീസ് ആണ്, മെറ്റഫറും കൂടിയാണ് അല്ലേ. ഇമേജ് ഓഫ് ദ സ്ട്രൈഡേഴ്സ് സ്ലൻഡർ ബോഡി കമ്പയറബിൾ ടു ദ സ്റ്റെം ഓഫ് എ പ്ലാന്റ് എംഫസൈസിങ് ഇറ്റ്സ് എഥേറിയൽ ആൻഡ് ഡെലിക്കേറ്റ് ഫോം. അപ്പോൾ തിൻ സ്റ്റെംഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നത്, അതേപോലെ എഥേറിയൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് എന്ന അർത്ഥമുണ്ട്. ദെൻ അത് ഈ ലോകത്തുള്ളതല്ല എന്നുള്ള അർത്ഥവും, അത് അഭൗമം എന്നൊക്കെ പറഞ്ഞ് ഒരു അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ എന്തിനായാലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ കുഞ്ഞ് പ്രാണിയാണ്, വളരെ ചെറിയൊരു പ്രാണിയാണ് എന്ന അർത്ഥമാണുള്ളത് കേട്ടോ, തിൻ സ്റ്റെംഡ്. ദെൻ ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ്. പിന്നീട് അതേ ഒന്നാമത്തെ സ്റ്റാൻസിൽ തന്നെ പറയുന്ന മെറ്റഫറാണ് ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ്. എന്താണ് ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ് കൊണ്ടുള്ള ഉദ്ദേശം? ദ റിപ്ലിംഗ് സർഫസ് ഓഫ് ദ വാട്ടർ റിഫ്ലക്റ്റിംഗ് ദ സൺസ് ലൈറ്റ് ഇൻ പവർഫുൾ ആൻഡ് ഡൈനാമിക് വേ. അതിരിക്കുന്നത് പ്രകാശത്തിൻ്റെ ഒരു ചരിവിലാണ്, ഒരു ലാൻഡ് സ്ലൈഡിലാണ് എന്ന് പറയുമ്പോൾ അതിരിക്കുന്നത് വാട്ടർ സർഫസിലാണ്. പക്ഷേ സൂര്യപ്രകാശം അതിലേക്ക് വന്നടിക്കുന്ന സമയത്ത് അതൊരു പ്രകാശത്തിൻ്റെ ലാൻഡ് സ്ലൈഡ് പോലെ ആയി മാറുന്നുണ്ട് എന്ന ഉദ്ദേശമാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. സജസ്റ്റിംഗ് എ ഡിവൈൻ ഓർ അതർ വേർഡ്ലി ക്വാളിറ്റി. അപ്പോൾ അതിരിക്കുന്നത് ഒരു ദൈവികമായ പ്രദേശത്താണ്, അല്ലെങ്കിൽ ഈ ലോകത്തല്ല മറ്റേതോ ലോകത്താണ് അതിരിക്കുന്നത് അല്ലേ. പ്രകാശം, നമ്മൾ ഈ പ്രകാശം നിറഞ്ഞ, പ്രകാശം സുരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവികമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ. ദൈവികമായ സ്ഥലങ്ങളിൽ ഭയങ്കര പ്രകാശമാണ് എന്നൊക്കെ ഒരു സങ്കല്പം എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പോൾ അതൊരു ഡിവൈൻ ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ അതർ വേർഡ്ലി ക്വാളിറ്റി ഉള്ളതാണ് എന്നൊരു സൂചനയാണ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മെറ്റഫേഴ്സ്. ഇനി സിമ്പിൾസിലേക്ക് വരാം. കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ, നമ്മൾ ഡികൺസ്ട്രക്റ്റീവ് അനാലിസിസ് സ്കോപ്പുള്ള ഈ ഒരു കവിത ആയതുകൊണ്ട് നമുക്ക് പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സിംബോളിസത്തിലേക്ക് വരുമ്പോൾ വാട്ടർ സ്ട്രൈഡർ തന്നെ ഒരു സിമ്പിളാണ് അല്ലേ. എ പ്രിക്കോറിയസ് എക്സിസ്റ്റൻസ് representing the constant effort required to maintain balance in the face of life's pressures and challenges. സോ വാട്ടർ സ്ട്രൈഡർ എന്ന് പറഞ്ഞാൽ അത് സ്ട്രീമിന് മുകളിൽ ഇരിക്കുകയാണ് അല്ലേ. സ്ട്രീം സദാ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടിയും അത് കൃത്യമായിട്ടും ബാലൻസ് ചെയ്ത് അവിടെ നിശ്ചലമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് സമ്മർദ്ദങ്ങളും ഉണ്ടാകും. അതിനെല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു പ്രതീകമാണ് വാട്ടർ സ്ട്രൈഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ ഒരു സിമ്പിളാണ് ഈ സ്ട്രൈഡർ. ആ ഒരു വാട്ടർ സർഫസിൻ്റെ മേലിൽ ഇരിക്കുമ്പോൾ അതിന് വളരെ മിനിമലായിട്ടുള്ളൊരു സ്പേസ് മതി അല്ലേ. ഒരു സ്ട്രൈഡേഴ്സിന് ഒരു 6 കാലൊക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നു, 4 കാലുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാലുകൾ ടച്ച് ചെയ്യാൻ തന്നെ ഒരു 6 പോയിന്റ് മതി. 6 കാലാണെങ്കിൽ ഒരു 6 പോയിന്റ് മാത്രം മതി. അപ്പോൾ ഒരു വളരെ മിനിമലായിട്ടുള്ളൊരു സ്പേസിലാണ് ഒരു സ്ട്രൈഡർ നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു ഡയസ്പോറിക് കണ്ടീഷനായിട്ട് ഉപമിക്കാം അല്ലേ. നമ്മൾ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് അഭയാർത്ഥിയായിട്ട് പോയി നിൽക്കുമ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സ്ഥലം മതി അവന് നിൽക്കാൻ അല്ലേ. വളരെ പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അവൻ നിൽക്കുന്നത്. അപ്പോൾ സ്ട്രൈഡേഴ്സിൻ്റെ ലൈഫും വളരെ ഫ്രജൈലാണ്. ലിമിനൽ സ്പേസ് ബിറ്റ്വീൻ ദ റിയൽ ആൻഡ് റിഫ്ലക്റ്റഡ് വാട്ടർ. അത് വളരെ ലിമിനൽ സ്പേസിലാണത് നിലനിൽക്കുന്നത് അല്ലേ. സോ ഇറ്റ് സെർവ്സ് ആസ് എ പവർഫുൾ മെറ്റഫോർ ഫോർ ദ ഡയസ്പോറിക് എക്സ്പീരിയൻസ്, ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ട്യൂനൈറ്റ്സ് ഐഡൻറ്റിറ്റി ഇൻ എ ഫോറിൻ ലാൻഡ്.
അപ്പോൾ മറ്റേതോ ഒരു പ്രദേശത്ത് ഒരു അഭയാർത്ഥി അപരിചിതനായി വന്ന് നിൽക്കുന്നത് പോലെയാണ് ഒരു സ്ട്രൈഡർ സ്ട്രീമിന് മുകളിൽ വന്ന് നിൽക്കുന്നത്. റിയാലിറ്റിക്കും അതേപോലെ ആ ഒരു വാട്ടർ സർഫേസിനും ഇടയിൽ അത് നിൽക്കുന്നത് ഒരു അഭയാർത്ഥിയെ പോലെയാണ് എന്ന രീതിയിൽ ഒരു ഡയസ്പോറിക് കണ്ടീഷൻ കൂടി നമുക്കവിടെ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ്. ഈ ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ് എന്നുള്ളതും ഒരു സിംബോളിസമാണ്. എ പവർഫുൾ സ്പിരിച്വൽ പ്രസൻസ് ഓർ ഡിവൈൻ ഗ്രേസ് ഇൻ ടു വിച്ച് ദ സ്ട്രൈഡർ പ്ലങ്സ് മച്ച് ലൈക്ക് എ ഡിവോട്ടി merges with the depths of Vishnu. ഇവിടെ എന്തിൻ്റെ സിംബോളിസം ആണ് എന്ന് ചോദിച്ചാൽ ഒരു പവർഫുൾ സ്പിരിച്വൽ പ്രസൻസിൻ്റെ സിംബോളിസമാണ്. നമ്മുടെ സ്ട്രൈഡർ ഇരിക്കുന്നത് ഒരു പ്രകാശം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സർഫസിലാണ് എന്ന് പറയുമ്പോൾ അത് ഒരു ആരാധന മൂർത്തിയെ അല്ലെങ്കിൽ ഒരു ദൈവത്തെ പൂർണ്ണ ഭയഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഒരു ഡിവോട്ടിയുടെ സിമ്പിളാണ്. അത് മിക്കവാറും നമ്മൾ ചേർത്ത് വെക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള വിഷ്ണുദേവനോടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ് എന്നുള്ളതും ഒരു സ്പിരിച്വൽ പ്രസൻസിൻ്റെ സിമ്പിളാണ്. സ്പിരിച്വൽ പ്രസൻസിൻ്റെ സിമ്പിളാണ്. അടുത്തത് ജക്സ്റ്റാപോസിഷൻ. ജക്സ്റ്റാപോസിഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം വിരുദ്ധമായിട്ടുള്ള അഥവാ വൈരുദ്ധ്യമുള്ള രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയുന്നതിനാണ് ജക്സ്റ്റാപോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രജൈലിറ്റി വേഴ്സസ് ഗ്രേസ് നമുക്ക് കാണാം. ഗ്രേസ് എവിടെ ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? സ്ട്രൈഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ? സോ ദ സ്ട്രൈഡേഴ്സ് ഗ്രേസ്ഫുൾ പെർസീവ്ഡ് ബാലൻസ് ആൻഡ് ദ വാട്ടർ സർഫേസ് വിത്ത് ദ ഇൻഹറൻറ്റ് ഫ്രജൈലിറ്റി ഓഫ് ദാറ്റ് സർഫേസ്. ഇപ്പോൾ വാട്ടർ സർഫേസ് ഫ്രജൈലും സ്ട്രൈഡർ ഗ്രേസ്ഫുള്ളുമാണ് അല്ലേ? സ്ട്രൈഡർ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ വാട്ടർ സർഫേസിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ വാട്ടർ സർഫേസ് എന്ത് ചെയ്യാണ്? അനങ്ങുകയാണ്. അപ്പോൾ അവിടെ ഫ്രജൈലിറ്റി വേഴ്സസ് ഗ്രേസ് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് സ്റ്റിൽനെസ് വേഴ്സസ് ട്രാൻസൈൻസ് അല്ലെങ്കിൽ സ്ഥിതി വേഴ്സസ് ബബിൾ നമുക്ക് കാണാം. ദ സ്ട്രൈഡേഴ്സ് എബിലിറ്റി ടു റിമെയിൻ സ്റ്റിൽ. നേരത്തെ പറഞ്ഞത് ഗ്രേസ് എന്നുള്ള ആ ഒരു ആസ്പെക്ട് സ്ട്രൈഡറിൽ ചേർക്കുന്നത് പോലെ സ്ട്രൈഡർ എന്താണ്? സ്ഥിതി അഥവാ ഒരു അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ ഫ്ലീറ്റിംഗ് നാച്ചർ ഓഫ് എ ബബിൾ. ഇനി പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രൈഡർ ഇരിക്കുന്ന ആ ഒരു വാട്ടർ സർഫേസ് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണല്ലോ. അത് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ക്രിയേറ്റിംഗ് ടെൻഷൻ ബിറ്റ്വീൻ സ്റ്റെബിലിറ്റി വേഴ്സസ് ഇംപെർമനൻസ്. അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഇംപെർമനൻസ് തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും. സാധാരണ കവികൾ പ്രകൃതിയെ മാറ്റമില്ലാത്ത കാര്യത്തോടാണ് ഉപമിക്കുന്നത് അല്ലേ? ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? ആ ഒരു തിരിച്ച് കാണാൻ കഴിയുന്നത് അവിടെ നിൽക്കുന്ന ആ ജീവി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് അതിജയിച്ച്, സോ അതിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അതിന് ശക്തി കിട്ടുന്നത്. യോഗി വര്യന്മാർ അവരുടെ തപസ് യോഗ ഒക്കെ കൊണ്ട് ശക്തി കൈവരിച്ചതുപോലെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്തുകൊണ്ടാണ് കാലത്തെ അതിജയിച്ച് ആ ഒരു ജീവി ആ ഒരു ബഗ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഡിയേഴ്സ്, ഇതാണ് നമ്മുടെ എ.കെ. രാമാനുജൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സോ കുഞ്ഞു കവിതയാണ്, ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത് നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ശ്രമം ഒരിക്കലും വിട്ടുകളയരുത്. ആര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസിൽ എത്തുന്നത് വരെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.